കൊച്ചിയിലെ പെരുമ്പാവൂരിൽ നിന്ന് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു അത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ചമ്മൽ ഒഴിവാക്കാനുള്ള പരിശീലനം എന്നാണ് ജീവനക്കാരോട് അധികൃതർ പറഞ്ഞത്. ഇന്ന് ജില്ലാ ഓഫീസറുടെ നേതൃത്വത്തിൽ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിൽ തൊഴിൽ വകുപ്പ് പരിശോധന നടത്തി. ജീവനക്കാരുടെ മൊഴികളും രേഖപ്പെടുത്തി. കണ്ടെത്തിയ ക്രമക്കേടുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും വെള്ളിയാഴ്ച അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുമാണ് ലേബർ ഓഫീസർ വ്യക്തമാക്കുന്നത്. സ്ഥാപനത്തിലെ ജോലിക്കാരോട് കാണിക്കുന്ന ക്രൂരതയുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെരുമ്പാവൂരിലെ കെൽട്രോ എന്ന ഡയറക്ട് മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരെ നായ്ക്കളെ പോലെ കഴുത്തിൽ ബെൽറ്റിടിച്ച് മുട്ടിലിഴയിപ്പിച്ചതിന്റെ വീഡിയോയാണ് പ്രചരിക്കുന്നത്. ഇതിനൊപ്പം പാത്രത്തിലെ വെള്ളത്തിൽ നിന്ന് നാണയം നക്കിയെടുക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിലുണ്ട്. ചമ്മൽ ഒഴിവാക്കാനുള്ള പരിശീലനം എന്ന രീതിയിലായിരുന്നു ജീവനക്കാരോട് പറഞ്ഞിരുന്നത്. പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി ഉത്തരവിട്ടു. പിന്നാലെ പെരുമ്പാവൂരിലെ സ്ഥാപനത്തിലെത്തി പരിശോധന. സ്ഥാപനത്തിൽ തൊഴിൽ പീഡനം നടന്നിട്ടില്ല എന്ന റിപ്പോർട്ട്. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടവരുടെ മാത്രം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ സ്ഥാപനത്തെ അനുകൂലിച്ചുകൊണ്ട് റിപ്പോർട്ട് വരുന്നത്. പിന്നീട് പ്രാഥമിക റിപ്പോർട്ടായിരുന്നു അതെന്നും അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്നും തൊഴിൽ വകുപ്പ്. പിന്നീട് ഇന്ന് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിൽ തൊഴിൽ വകുപ്പിന്റെ പരിശോധന. മണിക്കൂറുകൾ നീണ്ട പരിശോധന. കണ്ടെത്തിയ ക്രമക്കേടിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നും പലരുടെയും മൊഴിയെടുത്തിട്ടുണ്ട് എന്നും അന്തിമ റിപ്പോർട്ട് വെള്ളിയാഴ്ച സമർപ്പിക്കുമെന്നും ലേബർ ഓഫീസർ. ഇന്നുണ്ടായ ആൾക്കാരുടെ പ്രസന്റ് ആൾക്കാർ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കണ്ടെത്തിയ വയലേഷൻസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. റെക്കോർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ടൈം ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച റെക്കോർഡ്സ് ആരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ അടിസ്ഥാനത്തിൽ ലേബർ കമ്മീഷർക്ക് റിപ്പോർട്ട് ചെയ്യാൻ കൊടുക്കും. നമ്മൾ വർക്കേഴ്സ് കണ്ടവരെ കിട്ടിയ മൊഴി അനുസരിച്ച് ഞാൻ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അവർ രണ്ടും ആരായിരുന്നു. റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പുരുഷ ജീവനക്കാർക്ക് പുറമെ സ്ത്രീ ജീവനക്കാരെയും മുട്ടിലിഴയിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി രേഖാമൂലം നൽകിയ പരാതിയിൽ മനാഫിന്റെ പേരിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുത്തിട്ടുണ്ട്. പുറത്തുവന്ന ദൃശ്യങ്ങൾ സത്യമാണ് എങ്കിൽ, പിന്നിൽ യാഥാർത്ഥ്യമുണ്ട് എങ്കിൽ ഇനിയും ഇരയായവർ എത്ര പേർ? ആൻമരിയ സനി, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ആഴത്തിലുള്ള അന്വേഷണവും പരിശോധനയും ആവശ്യമാണ്. പെരുമ്പാവൂരിലെ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിൽ നടന്നിരിക്കുന്ന കൊടും ക്രൂരകൃത്യങ്ങളുടെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ആവശ്യമായിട്ടുള്ളത്. തൊഴിൽ വകുപ്പിന്റെ നേരിട്ടുള്ള പരിശോധനകൾ നടന്നിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്ന, മനുഷ്യന്റെ അന്തസ്സിന് യോജിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്ന, പീഡനങ്ങൾ നടന്ന ആ പ്രദേശത്ത്, ആ സ്ഥാപനത്തിൽ ഇതെന്തുകൊണ്ട് സംഭവിച്ചു, എന്താണ് ഇതിന് പിന്നിൽ നടന്നത്, യഥാർത്ഥത്തിൽ ചമ്മൽ മാറ്റാൻ എന്ന് തട്ടിപ്പ് പറഞ്ഞുകൊണ്ട് ഇത് നടത്തിയത് എന്തിനു വേണ്ടിയാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ വിവരങ്ങൾ വരാനുണ്ട്. നമ്മളുടെ പല ആളുകളും കേരളത്തിന് പുറത്തുപോയി പല ജോലികളും ചെയ്യുന്നവരാണ്. അവരിൽ പല ആൾക്കാർക്കും ഇങ്ങനെ അനധികൃതമായ കുടിയേറ്റത്തിൻ്റെ ഒക്കെ ഭാഗമായി പലതരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഇതിനു മുൻപ് കണ്ടതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്വന്തം മണ്ണിൽ ഇതുപോലൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കർശനമായ പരിശോധനയും അതിശക്തമായ നടപടികളും ആവശ്യമാണെന്ന കാര്യത്തിൽ ആരും തന്നെ വിയോജിക്കാൻ സാധ്യതയില്ല. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സർക്കാരിന് ആശ്വാസമുണ്ടായിരിക്കുന്നു. മുനമ്പത്തെ ജനങ്ങൾക്ക് അവർക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി, അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഒരു കമ്മീഷനെ വെച്ചത്. എന്നാൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നേരത്തെ പറഞ്ഞിരുന്നത് ഈ കമ്മീഷന് സാധുതയില്ല. കാരണം വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് വഖഫിന്റെ സംവിധാനങ്ങളാണ്. അതുകൊണ്ട് സർക്കാരിന് ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞിരുന്നു. ആ വിധിക്കാണ് ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു വന്നിരിക്കുന്നത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് ഹൈക്കോടതി ഇന്ന് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഇടക്കാല ഉത്തരവ് ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം മുനമ്പത്ത് സമരം ചെയ്യുന്ന, മുനമ്പത്തെ 600ഓളം വരുന്ന ജനങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയിരുന്ന ഉറപ്പാണ് ജുഡീഷ്യൽ കമ്മീഷനിലൂടെ കാര്യങ്ങൾ കണ്ടെത്തി നടപടി ഉണ്ടാക്കും എന്നുള്ളത്. ആ ജുഡീഷ്യൽ കമ്മീഷന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടലെങ്കിൽ ഇപ്പോൾ അതിന് സ്റ്റേ വന്നിരിക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ച് താൽക്കാലികമായി ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. പൊതു താൽപര്യം മുൻനിർത്തിയാണ് കമ്മീഷനെ നിയമിച്ചതെന്നും ക്രമസമാധാന വിഷയമെന്ന നിലയിൽ കമ്മീഷന്റെ അന്വേഷണം ആവശ്യമാണെന്ന സർക്കാർ വാദം അംഗീകരിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ താൽക്കാലിക ഉത്തരവ്. അപ്പീലിൽ വേനലവധിക്ക് ശേഷം വിശദമായി വാദം കേൾക്കും. മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മാത്രമാണ് കമ്മീഷനെ നിയോഗിച്ചതെന്നാണ് സർക്കാർ വാദം. കമ്മീഷന് ജുഡീഷ്യൽ അധികാരങ്ങളില്ല. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ തുടർ നടപടിയെടുക്കുന്നതിൽ സർക്കാരിനെ കോടതി വിലക്കി. അനുമതിയില്ലാതെ നടപടി സ്വീകരിക്കരുതെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം.
ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സ്വാഗതം ചെയ്ത മുനമ്പം സമരസമിതി ശാശ്വത പരിഹാരത്തിനുള്ള സർക്കാർ നടപടിയിൽ കാലതാമസമുണ്ടാകരുതെന്ന് ആവശ്യപ്പെട്ടു. വളരെ സന്തോഷം. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങളെ രക്ഷപ്പെടുത്തുവാൻ, ഞങ്ങളുടെ റവന്യൂ അവകാശം തിരിച്ചു പിടിക്കാനായിട്ട് സർക്കാർ നടത്തുന്ന ഈ പോരാട്ടത്തിൽ സർക്കാർ വിജയിച്ചിരിക്കുകയാണ്. ഞങ്ങളും ഇതിലൂടെ ഞങ്ങളുടെ റവന്യൂ അവകാശം സർക്കാർ പുനഃസ്ഥാപിച്ചു തരും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഫെബ്രുവരി 28-ന് കാലാവധി അവസാനിച്ച കമ്മീഷന്റെ പ്രവർത്തനം സർക്കാർ 3 മാസം കൂടി നീട്ടിയിരുന്നു. മുനമ്പം നിവാസികളിൽ നിന്ന് വിശദാംശങ്ങൾ സ്വീകരിച്ച് വിവരങ്ങൾ ക്രോഡീകരിക്കുന്നതിനിടയിലാണ് കമ്മീഷന്റെ പ്രവർത്തനത്തിൽ നിയമസാധുതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കമ്മീഷന്റെ പ്രവർത്തനം സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. വഖഫ് ഭേദഗതി ബിൽ പാസാക്കി BJPയും മുനമ്പത്ത് ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സർക്കാരിന് താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ഉത്തരവ് എത്തുന്നത്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് പിന്നാലെ രൂപപ്പെട്ട മുനമ്പം ജനതയുടെ വികാരം ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവോടെ മറികടക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. പൊതുജനം കഴുതയല്ല സാർ. പെരുമ്പാവൂരിലെ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ പല ആളുകളും ആ വാർത്തയുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് യൂട്യൂബിൽ. ഞാനത് വായിക്കുകയായിരുന്നു. എബ്രഹാം തോമസ് പറയുന്നു, ഇനിയുള്ള കാലം നീതി സാധാരണക്കാർക്ക് സ്വപ്നങ്ങളിൽ മാത്രമാണ് എന്നാണ്. എബ്രഹാം അങ്ങനെ പറയാറായിട്ടില്ല. നീതി നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഈ കാലം നീതി നടപ്പാക്കപ്പെടേണ്ട കാലം തന്നെയാണ്. അതിനുള്ള നിയമ സംവിധാനങ്ങൾ നമുക്കുണ്ട്. അത് കാര്യക്ഷമമായി പ്രവർത്തിക്കും എന്നതിൽ നമുക്ക് പൗരന്മാരെന്ന നിലയിൽ വിശ്വാസം അർപ്പിക്കാം. പ്രസാദ് ശിവാനന്ദൻ പറയുന്നു, ഇത് റെക്കോർഡ് ചെയ്ത് മറ്റാരെയോ കാണിക്കാനാണോ എന്ന് പരിശോധിക്കണം. ശിവാനന്ദൻ, പ്രസാദ്, ഇത് അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഒരു സമ്പൂർണ്ണമായ സമഗ്രമായ പരിശോധനയിലൂടെ പുറത്തു വരേണ്ടതാണ്. ഏതായാലും ഇതിന് പിന്നിൽ ചില തൽപര കക്ഷികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? അവർ ഇത് മറ്റാർക്കെങ്കിലും ഈ ദൃശ്യങ്ങൾ കാണിക്കാനാണോ, അതോ അവർ പീഡനത്തിലൂടെ ഇങ്ങനെ ഒരു ആനന്ദം കണ്ടെത്തുന്നവരാണോ? എന്താണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്തേണ്ടതാണ്. എബ്രഹാം തോമസ് വീണ്ടും എഴുതുന്നു, SKN40 എല്ലാവിധ ആശംസകളും നേരുന്നു. ഗുഡ് SKN40 എന്നാണ്. എബ്രഹാം, SKN മാധ്യമരംഗത്ത് 40 വർഷം തികയ്ക്കുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലഹരിക്കെതിരായിട്ടുള്ള, കേരളത്തിലെ അക്രമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം എന്നുള്ളതാണ്. ആ യാത്ര ഒരുപാട് ജില്ലകൾ പിന്നിട്ടിന്നപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ് നാളെ പാലക്കാടിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിനും പിന്തുണയ്ക്കും ആശംസകൾക്കും വളരെയധികം നന്ദി. റിജി ചാണ്ടി, പെരുമ്പാവൂരിൽ മാത്രമല്ല കേരളത്തിലെ പല ഭാഗങ്ങളിൽ നടക്കുന്നതായി അറിയുന്നുണ്ട്. പ്ലീസ് ചെക്ക് ചെയ്യണമെന്ന് റിജി പറയുന്നു. റിജി, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ റിജിക്ക് കൈമാറാനുണ്ടെങ്കിൽ ഞങ്ങളുടെ റിപ്പോർട്ടർ സംഘം ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ്. സയ്യിദ് സിനാൻ നേരത്തെ അയച്ചൊരു മെസ്സേജ് കൂടി ഇതിനകത്തുണ്ട്. സംസ്ഥാനത്തെ പല ട്രെയിനുകളും സമയക്രമം തെറ്റിക്കൊണ്ട് ഓടുന്നു എന്നുള്ളതാണ്. ഇത് ജനങ്ങൾക്ക് പ്രയാസമാകുന്നുണ്ട്. ട്രെയിൻ അപ്രതീക്ഷിതമായി നിർത്തുന്നത് ട്രെയിനിന്റെ സമയക്രമത്തെ മാത്രമല്ല യാത്രക്കാരുടെ സമയം അപഹരിക്കുന്നതിനും കാരണമാകുന്നു. സയ്യിദ് സിനാൻ, ഇത് കുറച്ച് കാലമായി ഈ സംഭവം ഉണ്ടാകുന്നുണ്ട്. അതായത് ട്രെയിനുകൾ കൃത്യസമയം പാലിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ നമുക്ക് ആ കാര്യത്തിൽ ഒരു പരിശോധന നടത്താം. ഉന്നതങ്ങളിൽ പിടിപാടുള്ളവരാണ് പാവപ്പെട്ടവരെ പീഡിപ്പിക്കുന്നതെന്ന് രവികുമാർ പറയുന്നു. എത്ര ഉന്നതങ്ങളിൽ പിടിപാടുണ്ടെങ്കിലും അതിനകത്ത് നീതി നടപ്പാക്കപ്പെടേണ്ടതാണ്. പരിശോധനകളിൽ മുഴുവൻ വിവരങ്ങളും പുറത്തു വരട്ടെ എന്നാണ് പറയാനുള്ളത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. നമുക്കറിയാം, ആശാ വർക്കർമാരുടെ സമരം തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. അവർ വിവിധ തരത്തിലുള്ള സമരമുറകൾ പയറ്റി ഏറ്റവും ഒടുവിൽ മുടി മുറിച്ച് അവരവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. 3-4 വട്ടം സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. ആ ചർച്ചകളിൽ ഒന്നും തന്നെ കാര്യമായ പുരോഗതി ഉണ്ടായില്ല, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഉറച്ച തീരുമാനമുണ്ടായില്ല. അതിനുശേഷമാണ് ഇന്ന് തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ നടന്നത്. ആ വാർത്തയിലേക്കും റിപ്പോർട്ടിലേക്കുമാണ് പൊതുജനം കഴുതിയല്ല സർ ഇനി കടക്കാൻ പോകുന്നത്. ആശാ വർക്കേഴ്സിന്റെ രാപകൽ സമരം 57-ാം ദിവസവും നിരാഹാര സമരം 19-ാം ദിവസത്തിലും എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. 3 തവണ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിന് ശേഷം ഇന്ന് സമരക്കാർ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി ചർച്ച നടത്തി. മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സമരക്കാർ തൃപ്തരാണ് എന്നതാണ് നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു വിവരം പുറത്തുവരുന്നത്. ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് സമരക്കാർക്ക് തൊഴിൽ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഓണറേറിയം വർധനയില്ലാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ സമരക്കാർ ഉറച്ചു നിൽക്കുകയാണ്. ഈ കാര്യം ആശാ വർക്കർമാർ വ്യക്തമാക്കുന്നുണ്ട്. തത്വത്തിൽ ഓണറേറിയം വർധന ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ട്, തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ട് എന്നതിൽ തുടക്കത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ മിനിറ്റ്സിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സമരത്തിലൊരു അവസാനിപ്പിച്ചുകൂടെ എന്നുള്ളതാണ് മിനിസ്റ്ററുടെ ഒരു അഭിപ്രായം. ഞങ്ങളപ്പോൾ അഭിപ്രായം തിരിച്ചു പറഞ്ഞു. ഞങ്ങൾ വളരെ താന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിക്കൊണ്ടേ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഓണറേറിയം വർധനവ് അത് ഗവൺമെൻറ് അംഗീകരിക്കണം. അതേപോലെ തന്നെ പിരിഞ്ഞു പോകുമ്പോൾ ഒരു തുക അവർക്ക് നൽകണം. ഈ 2 കാര്യത്തിൽ ആണ് ഞങ്ങൾ നിൽക്കുന്നത്.
അത് വീണ്ടും പരിഗണിക്കണം. അതിനുവേണ്ടി മിനിസ്റ്റർ, തൊഴിൽ വകുപ്പ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് ഇതിൽ ഇടപെടണം എന്ന് വീണ്ടും പറയുകയുണ്ടായി. അദ്ദേഹം അവസാനിപ്പിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് സംസാരിക്കാം എന്നാണ്. അതേസമയം സെക്രട്ടേറിയറ്റ് പടിക്കൽ വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്നും നടന്നു. സമരത്തിന്റെ 6ാം ദിനം കൈയും കാലും കൂട്ടിക്കെട്ടി പ്ലാവില തൊപ്പിയും വെച്ചാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം കല്ലുപ്പിന് മുകളിൽ മുട്ടുകുത്തി നിന്നായിരുന്നു അവരുടെ പ്രതിഷേധം. അങ്ങനെ വ്യത്യസ്തമായ സമരമുറയിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഉദ്യോഗാർത്ഥികൾ ശ്രമിക്കുന്നത്. രണ്ട് സമരങ്ങളുടെയും വിശദാംശങ്ങളുമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് സലീം മാലിക് ഉണ്ട്. സലീം, ആദ്യം നമുക്ക് 57 ദിവസങ്ങൾ രാപകൽ സമരം പിന്നിടുന്ന 19 ദിവസത്തെ നിരാഹാര സമരം പിന്നിടുന്ന ആശാവർക്കർമാരുടെ പ്രശ്നങ്ങളിലേക്ക് പോകാം. സലീം, ഈ കാര്യത്തിൽ ഇന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ച ആശാവഹമാണ് എന്നാണ് സമരക്കാർ പറഞ്ഞത്. അതേസമയം ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കുമ്പോൾ തുക നൽകുക എന്നീ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് സമരസമിതി വ്യക്തമാക്കുന്നുമുണ്ട്. എന്തുറപ്പാണ് തൊഴിൽ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ആശാവർക്കർമാർക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്? കഴിഞ്ഞ 3 തവണ ഈ സമരവുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ചർച്ച നടത്തിയതാണ്. ആ 3 ചർച്ചയിലും നിരാശയായിരുന്നു ഫലം. പക്ഷേ ഇന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ച പോസിറ്റീവാണ് എന്നുള്ളതാണ് സമരക്കാർ തന്നെ പറയുന്നത്. അതിനവർ പറയുന്ന കാരണം നേരത്തെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാമെന്ന് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം, ആ നിർദ്ദേശം 3 മാസത്തെ കമ്മിറ്റിയുടെ പഠനകാലയളവ് എന്നുള്ളതായിരുന്നു. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അതേസമയം ഈ കമ്മിറ്റി അങ്ങനെ രൂപീകരിച്ചാൽ പോലും അത് 1 മാസത്തിലുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാമെന്ന തൊഴിൽ വകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഈ ആവശ്യങ്ങൾ അത് തങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നൊരു അനുഭാവപൂർണ്ണമായ സമീപനം തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സമരക്കാർ തന്നെ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറയുന്നത്. അതുകൊണ്ട് തന്നെ മുൻപെങ്ങുമില്ലാത്ത വിധം ഒരു ശുഭസൂചന ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതേസമയം ഈ കമ്മിറ്റി എന്ന നിർദ്ദേശവുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഇപ്പോഴും ആരോഗ്യമന്ത്രി ഉള്ളത്. ആരോഗ്യമന്ത്രി ഇന്ന് അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ന് സമരസമിതി നേതാക്കളായ MA ബിന്ദുവും VK സദാനന്ദനുമാണ് മന്ത്രിയുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തത്. അതിന് പിന്നാലെ അവർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പക്ഷേ പറഞ്ഞത് ഈ മന്ത്രിയുമായുള്ള ചർച്ച പോസിറ്റീവ് ആണെങ്കിൽ പോലും അവരുടെ ആവശ്യം ഓണറേറിയ വർധന എന്നുള്ളതാണ്. അതിൽ തന്നെ അവർ വളരെ താഴേക്ക് പോയിട്ടുണ്ട്. 3000 രൂപയെങ്കിലും ആദ്യഘട്ടത്തിൽ വർദ്ധിപ്പിക്കാതെ ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓണറേറിയ വർധനവില്ലാതെ എത്ര പോസിറ്റീവായ ചർച്ച നടന്നാലും സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഇന്നൊരു ചർച്ച കൂടി ഉണ്ടായിരുന്നു, മുൻപെങ്ങുമില്ലാത്ത വിധം പോസിറ്റീവായ ചർച്ച എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നൊരു അഭിപ്രായം. അപ്പോൾ ആ ചർച്ചയിൽ വലിയ പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. കാരണം തൊഴിൽ വകുപ്പ് മന്ത്രി നിലവിൽ ഈ കാര്യം കൃത്യമായി അറിഞ്ഞിരുന്നില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ പ്രസ്താവിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാണാൻ പോയപ്പോഴാകട്ടെ കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സുമായിട്ടാണ് അദ്ദേഹം വന്നിരുന്നത്. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കമ്മിറ്റിയുടെ രൂപീകരണത്തെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്തു. പക്ഷേ അതൊരിക്കലും സാധ്യമല്ലെന്നും, അതായത് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് 3000 രൂപയുടെ വർധന എന്ന് പറഞ്ഞാൽ ഒരു പ്രതിദിനം ഒരു 300 രൂപയാണ് ചോദിക്കുന്നത്. 233 രൂപയിൽ നിന്ന് ഒരു മാസം ഒരു 300 അല്ലെങ്കിൽ 350 രൂപയുടെ ഒരു വർധനമാണ് ചോദിക്കുന്നത്. അതെങ്കിലും മിനിമം തരണം. അതെങ്കിലും മിനിമം വർദ്ധിപ്പിച്ചുകൊണ്ടേ അടുത്ത കമ്മിറ്റിയിലേക്കും അല്ലെങ്കിൽ 1 മാസത്തെയോ 3 മാസത്തെയോ കമ്മിറ്റിയുടെ ഒരു പഠന സമയത്തെ നമുക്ക് അനുവദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അനിശ്ചിതമായി നമുക്ക് സമരം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. കമ്മിറ്റി ഫോം ചെയ്ത് കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് അതിനടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കുന്നത് വരെയും ഇത് തുടരുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിശോധിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇതിനെ പോസിറ്റീവായി കാണുന്നു. GK നേരത്തെ ഈ മുൻപ് ഉണ്ടായിരുന്ന ഈ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് പോലെ ഒരു ചർച്ചയല്ല ഇത്തവണ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ വിശാലമായ പോസിറ്റീവായ ഒരു ചർച്ച തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഈ സമരം, ഞാൻ ഈ നിൽക്കുന്ന ഈ ആശാ സമരത്തിന് തൊട്ട് ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് നടന്നാലാണ് നേരത്തെ GK സൂചിപ്പിച്ച CPO ഉദ്യോഗസ്ഥരുടെ സമരം നടക്കുന്നത്. ഇവിടെ നിന്ന് വെറും 100 മീറ്റർ അകലെ ഇവർ ഇപ്പോൾ ഈ സമരം 57ാം ദിവസമായി
നിരാഹാര സമരം 19 ദിവസമായെങ്കിൽ CPO റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ സമരം ഇന്ന് 6-ാം ദിവസമാണ്. ഈ 6-ാം ദിവസം സമരത്തിലേക്ക് കടക്കുമ്പോൾ അവർ കുറച്ചുകൂടി കടുത്ത സമര രീതികളാണ് അവർ നടത്തുന്നത്. കാരണം അവർ ഈ വളരെ ചെറിയ പ്രായമുള്ള പെൺകുട്ടികളാണ്. പക്ഷേ എങ്കിൽ പോലും ഈ പൊരിവെയിലത്ത് അവർ ശയനപ്രദക്ഷിണ സമരം നടത്തി പ്രതിഷേധം അറിയിച്ചു. അതിന് പിന്നാലെ കല്ലുപ്പിൽ കയറി നിന്നുകൊണ്ടുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതും കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഇന്ന് നടന്നത് കയ്യും കാലും കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ളൊരു സമരമായിരുന്നു ഇന്ന് നടന്നത്. അങ്ങനെ ഈ 2 സമരമാണ് ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇപ്പോഴും തുടരുന്നത്. അവർ ഇന്ന് 6-ാം ദിവസവും നിരാഹാരം തുടരുകയാണ്. അവരുടെ പ്രതീക്ഷ ഈ 19-ാം തീയതിയോടുകൂടി ഇപ്പോഴത്തെ ഇവരുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. ആ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചതിന് ശേഷം പിന്നീട് ഇവർക്ക് ഏതെങ്കിലും നിലയിൽ പിന്നീട് ഈ പഠിച്ച് ഈ നേടിയ മാർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നിലവിൽ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല 235 നിയമനങ്ങൾ മാത്രമാണ് 975 പേരിൽ നിന്നും അവർക്ക് ഇപ്പോഴും നടപ്പിലാക്കിയിട്ടുള്ളത്. ആ നിയമനങ്ങളിൽ കൂടുതൽ വേണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും 480-ലധികം ഒഴിവുകൾ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി വനിതാ സിവിൽ പോലീസിൽ ഒഴിവുകളുണ്ട്. പക്ഷേ അത് നികത്തുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സമരം ഇന്നിപ്പോൾ 6-ാം ദിവസത്തിലാണ്. സർക്കാർ ഏതെങ്കിലും നിലയിൽ ഒരു ചർച്ചയ്ക്ക് ഇന്നത്തെ സമരത്തിന് ശേഷമെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ നമ്മളോട് ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന്. കുറേ പേരൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കത്തില്ല, നിങ്ങളുടെ പുറകിൽ മറ്റു സംഘടനകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചർച്ചയ്ക്ക് വിളിക്കത്തില്ല എന്നാണ്. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട് അവർ നമ്മളെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടാണെങ്കിലും നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുമെന്നതിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഈ കടുപ്പമേറിയ സമരമാണ് നിങ്ങൾ ഈ പൊരിവെയിലത്ത് നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ 3 ദിവസവും നടത്തിയത്. 6 ദിവസമായി സമരം തുടരുന്നു. അത് ഒരു പടി കൂടി കടന്നുള്ള 3 ദിവസം സമരമാണ്. നാളെയും സമാനമായ സമരങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം കടുപ്പമേറിയ സമരങ്ങളിലേക്ക് വളരെ വേഗത്തിൽ കടക്കാമെന്ന് തീരുമാനിച്ചത്? നമുക്കിനി ഒട്ടും സമയമില്ലല്ലോ. സമയം തീരെ കുറവാണ്. വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതിനുള്ളിൽ നമുക്ക് കുറച്ചെങ്കിലും വേക്കൻസി വരണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ കിടന്നിട്ട് വരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. പകലൊക്കെ നല്ല വെയിലാണ്, ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. രാത്രിയാണെങ്കിൽ മഴ. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുമ്പോഴാണ് മഴ പെയ്യുന്നത്. മഴ പെയ്തപ്പോൾ എല്ലാവരും കൂടെ എണീറ്റിരുന്ന് ടാർപ്പായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അത് തന്നെയാണ്. അതായത് ഇവർ ഈ കടുത്ത സമര രീതിയിലേക്ക് കടക്കുന്നത് ഗതികേട് കൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കാരണം വിവരങ്ങൾ നൽകിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന്. നമുക്കറിയാം ആശാവർക്കർമാരുടെ സമരമാണെങ്കിലും ഇനി അതല്ല വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരമാണെങ്കിലും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളെ അനാവശ്യം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ആവശ്യങ്ങൾ സർക്കാരിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ അവർ വിവിധ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. നേരത്തെ തന്നെ ഒരു CPO ഉദ്യോഗാർത്ഥി പറഞ്ഞതുപോലെ ഞങ്ങളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വീട്ടിലിരുന്ന് കരഞ്ഞാൽ ആര് കാണാനാണ്? ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആര് മനസ്സിലാക്കാനാണ്? അധികാരികൾ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ കൂട്ടായി നിന്ന് പ്രതിഷേധിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്നാണ്. ഏതായാലും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ വളരെ വേഗം പരിഹരിക്കട്ടെ. നേരത്തെ ഒരു സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ സർക്കാർ കേൾക്കുമെന്നും സർക്കാർ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കും എന്നുമുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടെന്നാണ്. ആ പ്രതീക്ഷ പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. പല തരത്തിലുള്ള പ്രതികരണങ്ങൾ പല വിഷയങ്ങളിലായി യൂട്യൂബിൽ ആളുകൾ കുറിക്കുന്നുണ്ട്. സുജാത എസ് നിരന്തരം നിത്യേന എന്നോണം ഈ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന ആളാണ്. സുജാത പറയുന്നത് ഉറപ്പ് നൽകിയെങ്കിൽ സമരം അവസാനിപ്പിച്ചുകൂടെ എന്നാണ്. ആശാവർക്കർമാരുടെ കാര്യമാണ് സുജാത സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉറപ്പ് വാക്കിൽ കിട്ടിയാൽ പോലെ അത് ഉത്തരവായി ഇറങ്ങണം എന്നാണ് ആശാവർക്കർമാർ പറയുന്നത്. അത് ന്യായമായ ഒരാവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആരിഫ് ഹാഷ്മി കളത്തൂർ പറയുന്ന അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളെ അധികാരികളെ ഗൗരവമായി കാണണം. ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയാണ് അധികാര കസേരയിൽ ഇരുത്തിയത്. അധികാരികൾ സമരത്തെ പരിഹസിക്കുകയല്ല വേണ്ടത്, പരിഹാരം കാണുകയാണ്. ആരിഫ് ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. അതാണ് ഭരണകൂടത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഓരോ പൗരനും പറയാനുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി കേൾക്കാനുള്ള കാത്, മനസ്സും ഹൃദയവും ഒക്കെ ഒരു ഭരണ സംവിധാനത്തിനുണ്ടാകണം. കാരണം നമ്മളാണ് അവരെ ആ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. രവികുമാർ ചോദിക്കുന്നു, പിൻവാതിൽ നിയമനം നടത്തിയാൽ എങ്ങനെ സാധാരണക്കാർക്ക് നിയമനം ലഭിക്കും? രവികുമാർ, വളരെ വലിയൊരു വിഷയമാണത്. PSCയുടെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് CPO ഉദ്യോഗാർത്ഥികളുടെ സമരം ഇപ്പോൾ നടക്കുന്നത്. ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് അവർക്ക് 235 പേർക്ക് മാത്രമാണ് നിയമനം കിട്ടിയിരിക്കുന്നത്. ധാരാളം ഒഴിവുകളുണ്ട്, നികത്തപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ 15% സ്ത്രീകൾക്ക്
അവർക്ക് തൊഴിൽ കൊടുക്കുന്ന അവരെ പോലീസ് സേനയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. അതൊന്നും വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇനിയും ഒഴിവുകൾ ധാരാളമുണ്ട് എന്നാണ് സമരക്കാർ പറയുന്നത്. നോക്കാം അവരുടെ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കപ്പെടാൻ പോകുന്നത് എന്ന്. വിവിധ തരം സമര രീതികളാണല്ലോ എന്നൊക്കെയുള്ള കമന്റുകൾ കൂടി വരുന്നുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ പൊതുജനം കരുതിയില്ല സാർ ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, പ്രത്യേകിച്ച് അധികാരികളുടെ ശ്രദ്ധ പതിയേണ്ട, ഭരണകൂടം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി നമ്മൾ പെട്ടെന്ന് തിരികെ എത്തും. പൊതുജനം കരുതിയ സാർ മറ്റ് ചില വാർത്തകൾ കൂടി പരിശോധിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവം. മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അമിത രക്തസ്രാവമാണ് മരണത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യസമയത്ത് ചികിത്സ നൽകിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു. അതേസമയം ഇത്തരം സംഭവങ്ങൾ മനഃപൂർവ്വമായ നരഹത്യയാണെന്നും ഒറ്റക്കെട്ടായി എതിർക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ശനിയാഴ്ച രാത്രി 9 മണിയോടെയാണ് വീട്ടിൽ നടന്ന പ്രസവത്തെ തുടർന്ന് അസ്മ മരിച്ചത്. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അസ്മയും ഭർത്താവ് സിറാജുദ്ദീനും. പ്രസവത്തിനായി അസ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ചികിത്സ നൽകാനോ സിറാജുദ്ദീൻ തയ്യാറായില്ല. പ്രസവശേഷം അമിത രക്തസ്രാവം ഉണ്ടായി. ഇതാണ് മരണകാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ആശുപത്രി എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അസ്മയുടെ മരണം മനഃപൂർവ്വമായ നരഹത്യയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മരണത്തിലേക്ക് ഇത്തരത്തിൽ അമ്മമാരെ, കുഞ്ഞുങ്ങളെ തള്ളിവിടുന്നത് അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു നരഹത്യയായിട്ട് കണക്കാക്കേണ്ടതായിട്ട് വരും. വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ. മരിച്ച ശേഷം ആരെയും അറിയിക്കാതെ രാത്രി തന്നെ ആംബുലൻസ് വിളിച്ച് മൃതദേഹവുമായി സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് വരികയായിരുന്നു. ഇയാൾ മടവൂർ കാഫില എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. നിലവിൽ സിറാജുദ്ദീൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസ് മലപ്പുറം പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആധുനിക സാങ്കേതികവിദ്യ ദിനംപ്രതി വികാസം പ്രാപിക്കുന്ന പുരോഗമന സമൂഹത്തിലാണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഒറ്റക്കെട്ടായുള്ള പോരാട്ടമെന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഇനിയും സിറാജുദ്ദീൻമാർ ഉണ്ടാകാതിരിക്കണം. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇത്തരം സംഭവങ്ങളിൽ ഇത്തരം മനോഭാവങ്ങൾക്കാണ് ചികിത്സ വേണ്ടത്. ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ഇത് മനഃപൂർവ്വമായ നരഹത്യക്ക് കേസെടുക്കേണ്ട സാഹചര്യമായി മാറിയിരിക്കുന്നു. ഇത് കേരളത്തിലാണ്, കേരളം പോലെ വളരെ പുരോഗമന സ്വഭാവമുള്ള ഒരു സമൂഹത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നമുക്കിടയിലാണ് ഇതുപോലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അത്യന്തം വേദന ഉണ്ടാക്കുന്നതും നമ്മളെ അക്ഷരാർത്ഥത്തിൽ നടുക്കുന്നതുമാണ്. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ, നമ്മുടെ വൈദ്യ സംവിധാനങ്ങളൊക്കെ ഇത്രയും വികസിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ, ഇത്രയധികം ഡെവലപ്ഡ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലായിടങ്ങളിലും ആശുപത്രികൾ കൂൺ പോലെയുള്ള നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ പ്രസവത്തിൽ രക്തസ്രാവത്തെ തുടർന്ന് ഒരു യുവതി മരിക്കാനിടയായ സാഹചര്യം, അതും ഒരു തെറ്റായ നീക്കത്തിൻ്റെ ഭാഗമായി. ഏതായാലും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പറയാം. ഹൈദരാബാദിൽ ഗർഭിണിക്ക് നേരെ ഭർത്താവിൻ്റെ കൊടും ക്രൂരത. രാത്രി നടു റോഡിലിട്ട് വയറിൽ ചവിട്ടി, സിമന്റ് കട്ട കൊണ്ട് തലക്കടിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവതി ഗച്ചിബൗളി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇപ്പോൾ. ഹൈദരാബാദ് സ്വദേശി ശബാന പർവീണിനെയാണ് ഭർത്താവ് മുഹമ്മദ് ബർസത്ത് അതിക്രൂരമായി ആക്രമിച്ചത്. ശ്രീനാഥ് ചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീനാഥ്, എന്താണ് ഈ ക്രൂരതയ്ക്ക് കാരണം? ഏപ്രിൽ 1-ാം തീയതി നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഗച്ചിബൗളിയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ശബാനയും ഒപ്പം തന്നെ ബർസത്തും ഏതാണ്ട് വർഷങ്ങളോളം പ്രണയിച്ച് കഴിഞ്ഞ ഒക്ടോബറിലാണ് വിവാഹം കഴിക്കുന്നത്. ശബാന 4 മാസം ഗർഭിണിയുമാണ്. കഴിഞ്ഞ 29-ാം തീയതി ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ആശുപത്രി വിട്ട് ഡിസ്ചാർജായി മടങ്ങുന്നതിനിടെയാണ് വഴിയിൽ വെച്ച് ഇരുവരും തമ്മിൽ 1-ാം തീയതി ഈ തർക്കം ഉണ്ടാകുന്നത്. അങ്ങനെ ആ തർക്കം പിന്നീട് ഒരു ശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു. ശബാന മരിച്ചു എന്ന് പ്രതീക്ഷിച്ചാണ് ബർസത്ത് ആ സ്ഥലത്ത് നിന്ന് ബൈക്കിൽ രക്ഷപ്പെട്ടു പോകുന്നത്. പിന്നീട് ഇയാളെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ശബാന ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിലുമാണ്. ഇവർ തമ്മിൽ പതിവായി ഇങ്ങനെ തർക്കങ്ങൾ പലതും ഉണ്ടാവാറുണ്ട് എന്ന് അവരെ അറിയാവുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഈ ശബാന കാരണമാണ് അച്ഛനും അമ്മയുള്ള വീട്ടിൽ നിന്ന് തനിക്ക് മാറി നിൽക്കേണ്ടി വന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ബർസത്ത് പോലീസിനോട് തർക്കത്തിനുള്ള കാരണമായി പറയുന്നത്. ഏതായാലും വിശദമായി പോലീസ് ഈ കേസിൽ വിവരങ്ങൾ തേടുകയാണ്. GK. ശരി ശ്രീനാഥ് ചന്ദ്രൻ ആണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ ആഡംബര കാറിന്റെ ഫാൻസി നമ്പറിന് 46 ലക്ഷം രൂപയുടെ ലേലം. KL7 DG 0007 എന്ന നമ്പറാണ് 46.24 ലക്ഷം രൂപയ്ക്ക് ലേലത്തിൽ പോയിരിക്കുന്നത്. കാക്കനാട് സ്വദേശി വേണുഗോപാലകൃഷ്ണനാണ് ഈ നമ്പർ ലേലത്തിൽ പിടിച്ചത്. 5 പേരാണ് ലേലത്തിൽ പങ്കെടുത്തത്. KL07 DG 0001 എന്ന നമ്പർ 25 ലക്ഷം രൂപയ്ക്ക് പിറവം സ്വദേശി തോംസൺ ബാബു സ്വന്തമാക്കി. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നുണ്ട്. ശ്യാം,
ഈ ഫാൻസി നമ്പർ, ഈ നമ്പറിന് വേണ്ടിയുള്ള ലേലം അത് 46 ലക്ഷം വരെ പോയിരിക്കുന്നു അല്ലേ? എന്താണ് വിവരങ്ങൾ ശ്യാം? GK, എറണാകുളം RTOയുടെ കീഴിൽ നടന്ന ഏറ്റവും ഉയർന്ന ലേലങ്ങളിൽ ഒന്നാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ലംബോഗിനിയുടെ ഉറൂസ് എന്ന് പറയുന്ന മോഡലിന് വേണ്ടിയിട്ടാണ് KL 07 DG 0007 എന്ന നമ്പറിനാണ് 46,24,000 രൂപ വരെ ലേലം വിളി പോയത്. 5 പേരാണ് ഈ ലേലത്തിൽ പങ്കെടുത്തത്. രണ്ടാമൻ 44,84,000 രൂപ വരെ വിളിച്ചു. ഓൺലൈനായിട്ടായിരുന്നു ലേലം നടന്നത്. ഒടുവിൽ ഇൻഫോ പാർക്കിലെ ഒരു കമ്പനിയുടെ CEO ആയിരുന്ന വേണുഗോപാലകൃഷ്ണനാണ് ഈ ലേലം ഉറപ്പിക്കുകയും 46,24,000 രൂപയ്ക്ക് ലേലം പിടിക്കുകയും ഈ നമ്പർ സ്വന്തമാക്കുകയും ചെയ്തത്. രണ്ടാമത് നടന്ന ലേലവും KL 7 DG 0001 എന്ന ഫാൻസി നമ്പറിന് വേണ്ടിയായിരുന്നു. അത് 25 ലക്ഷം രൂപയ്ക്കാണ് ആ ലേലം പിടിച്ചത്. അത് പിറവം സ്വദേശി തോംസൺ ബാബുവാണ് ആ നമ്പരും സ്വന്തമാക്കിയത്. ഏതായാലും സർക്കാരിന് ഗോളടിച്ച മട്ടാണ്. 2 ലേലത്തിലൂടെ ഏകദേശം 70 ലക്ഷം രൂപയിലധികമാണ് ഇപ്പോൾ സർക്കാരിന് സ്വന്തമായിരിക്കുന്നത്. ഏതായാലും ശ്യാം പറഞ്ഞതുപോലെ ഒരു റെക്കോർഡ് ലേല തുകയാണ് എന്ന് പറയാം. 46 ലക്ഷത്തിന് KL 07 DG 0007 എന്ന നമ്പർ ഗോപാലകൃഷ്ണൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശ് പോലീസിനെതിരെ സുപ്രീം കോടതി. UP-യിൽ നിയമവാഴ്ച പൂർണ്ണമായി തകർന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. സിവിൽ തർക്കങ്ങളെ ഗുരുതര വകുപ്പുള്ള ക്രിമിനൽ കേസുകളാക്കി മാറ്റുന്നു. ഇത്തരം രീതി തുടർന്നാൽ UP സർക്കാരിന്മേൽ പിഴ ചുമത്തേണ്ടി വരും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ പുതിയ വാർത്തയിൽ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, എന്തൊക്കെയാണ് അച്യുതൻ വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, തുടർച്ചയായുള്ള വിമർശനങ്ങളാണ് ഉത്തർപ്രദേശ് സർക്കാരിനെതിരെയും പോലീസിനെതിരെയും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മുൻപ് ഈ ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ടാണ് വിമർശനങ്ങൾ ഉണ്ടായതെങ്കിൽ ഇതിപ്പോൾ മറ്റൊരു തരത്തിൽ ഉള്ള ഒരു വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് UP-യിൽ നിയമവാഴ്ച പരിപൂർണമായി തകർന്നു എന്നാണ് സുപ്രീം കോടതി ഇന്ന് ഒരു കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം. സിവിൽ തർക്കങ്ങളെ ഗുരുതര വകുപ്പുള്ള ക്രിമിനൽ കേസുകളാക്കി മാറ്റുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ച് അറിയിച്ചു. ഇത്തരം രീതി തുടർന്നാൽ UP സർക്കാരിന്മേൽ പിഴ ചുമത്തേണ്ടി വരും. അത്തരം നടപടികളിലേക്ക്, കർശന നടപടികളിലേക്ക് കൂടി കടക്കുമെന്നാണ് സുപ്രീം കോടതി ഓർമ്മപ്പെടുത്തിയത്. ഈ കടം വാങ്ങിയ പണം തിരികെ നൽകാത്ത കേസുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇത്തരമൊരു വിമർശനം നടത്തിയിരിക്കുന്നത്. ഇതിൽ ഉത്തർപ്രദേശ് പോലീസ് അധികൃതർക്ക് സുപ്രീം കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. കൃത്യമായ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും തുടർച്ചയായ വിമർശനമാണ് ഉത്തർപ്രദേശ് സർക്കാരിനെതിരെയും പോലീസിനെതിരെയും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ശരി അച്യുതൻ, വളരെ ശക്തമായ ഭാഷയിലാണ് സർക്കാരിനെതിരെയും ഉത്തർപ്രദേശിലെ പോലീസിനെതിരെയും സുപ്രീം കോടതിയുടെ വിമർശനം വന്നിരിക്കുന്നത്. നിയമവാഴ്ച പൂർണ്ണമായി തകർന്നു എന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറയുന്നത്. സിവിൽ തർക്കങ്ങളെ ഗുരുതര വകുപ്പുള്ള ക്രിമിനൽ കേസുകളാക്കി മാറ്റുന്നു. ഇതാണ് പോലീസിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനം. ഇത്തരം രീതി തുടർന്നാൽ UP സർക്കാരിന്മേൽ പിഴ ചുമത്തേണ്ടി വരും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അച്യുതൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. പാലക്കാട് മുണ്ടൂർ സ്വദേശി അലൻ ജോസഫിനാണ് ജീവൻ നഷ്ടമായത്. നെഞ്ചിൽ ആഴത്തിലേറ്റ കൊമ്പുകൊണ്ടുള്ള കുത്താണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം കാട്ടാന ആക്രമണത്തിൽ വനംവകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് CPIM മുണ്ടൂരിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇന്ന് പൂർണ്ണമായിരുന്നു. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് BJP പാലക്കാട് DFO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. വകുപ്പിന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കും എന്നായിരുന്നു വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. അതിൻ്റെ സങ്കടമുളവാക്കുന്ന കാഴ്ചയാണ് ഇന്നലെ മുണ്ടൂരിൽ കണ്ടത്. കയറാങ്കോട സ്വദേശി അലൻ എന്ന യുവാവിനാണ് ജീവൻ നഷ്ടമായത്. ഇന്നലെ രാത്രി 7 മണിവരെ സന്തോഷത്തോടെ കളിച്ചിരിയിലായിരുന്ന ഒരു കുടുംബം. സഹോദരിയുടെ വീട്ടിൽ നിന്ന് മടങ്ങവെയാണ് വിജിക്കും മകൻ അലൻ ജോസഫിനും നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. വിജിയെ ആദ്യം ആക്രമിച്ചു. രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മകൻ അലന് നേരെയും ആക്രമണം. വീട്ടിന്റെ ഗേറ്റൊക്കെ വന്ന് അടിച്ച് തള്ളിയിട്ടൊക്കെ മുറിച്ചിട്ട് അതിപ്പോ ഒരു 2 മാസം ഉണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറി. എത്ര ആനകളുണ്ട് ചേട്ടാ? 3 ആനയൊക്കെയാണ് ഇതേ വരുന്നത്, സ്ഥിരമായിട്ട് വരുന്നത്. അന്ന് വന്നിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഇവിടെ ഒരു കമ്പിക്കടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് നിർത്തിയിട്ട് ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി കൊല്ലത്തവിടെ പഠിക്കാൻ പോയിട്ട് വന്നതാണ്. അലൻ ജോസഫിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം വനം വകുപ്പിനാണെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. CPIM മുണ്ടൂരിൽ ആഹ്വാനം ചെയ്ത പ്രാദേശിക ഹർത്താൽ പൂർണ്ണം. യുവാവിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ട്. വാരിയെല്ലുകൾ തകർന്നു. ആന്തരിക രക്തസ്രാവമുണ്ടായി. ഇതാണ് മരണകാരണം.
ഇതിനിടെ വനം വകുപ്പിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി. ജില്ലാ ആശുപത്രിയിലേക്കെത്തിയ എ പ്രഭാകരൻ MLAക്ക് നേരെയും പ്രതിഷേധം. ഒടുവിൽ 5 ലക്ഷം രൂപ ഉടൻ തന്നെ അലൻ ജോസഫിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും അമ്മ വിജിയുടെ ചികിത്സയ്ക്കായി 2 ലക്ഷം രൂപ നൽകുമെന്നും പ്രഖ്യാപനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദപ്പെട്ട എല്ലാവരുടെ ശ്രദ്ധയിലും ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്, ഇനിയും പെടുത്തും. എന്നാൽ ഇപ്പോൾ ഈ ഫോറസ്റ്റുകാർക്ക് പുറമെ പോലീസുകാരെ അടക്കം ഉപയോഗപ്പെടുത്തി അതിനെ നാട്ടുകാരെ സഹായിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അലന്റെ മരണത്തിൽ പ്രതിഷേധിച്ച BJP പാലക്കാട് DF ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷം. അലന്റെ സംസ്കാരം നാളെ നടക്കും. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ അമ്മ വിജി ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഏതു നിയമത്തിനും കാലാനുസൃതമായ പരിഷ്കരണം ഉണ്ടാകണം. അത് വനനിയമത്തിലും വേണം. അല്ലെങ്കിൽ ഇനിയും മനുഷ്യജീവനുകൾ ഇതുപോലെ അപഹരിക്കപ്പെടും. രാജീവ് സുധീനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്ര തുടരുകയാണ്. തൃശൂർ ജില്ലയിലെ പര്യടനത്തിന് ഇന്ന് സമാപനം കുറിക്കുന്നു. അരിമ്പൂരിൽ സമാപന സമ്മേളനമാണ്. ഇനി ഓവർ ടു SKN. VPS Lakeshore presents SKN 40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, Urban Gramin Society Gold Loan, G-Tech Computer Education, Milma, New Rajasthan Marbles. കേരളം നേരിടുന്ന പ്രശ്നം ഇത്രയും ഗുരുതരമാണെന്ന് ഞാൻ നമ്മുടെ MLA സാക്ഷിയാക്കിയ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. രാസലഹരി, സിന്തറ്റിക് ലഹരി അഥവാ MDMA എന്നൊക്കെ പറയുന്ന ലഹരി വസ്തുവിൻ്റെ സ്വാധീനമില്ലാത്ത ഒരു പഞ്ചായത്ത് പോലും ഇന്ന് കേരളത്തിലില്ല എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒന്നുകിൽ ചില ആളുകൾ അതിന് അഡിക്റ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനോട് ആസക്തിയുണ്ട്, അതല്ലെങ്കിൽ അവിടെ രാസലഹരി വിൽക്കാൻ താല്പര്യമുള്ള ആളുകളുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ കേരളത്തിൽ വളരെ ആഴത്തിൽ വേരോടിക്കഴിഞ്ഞു. ഇത് നമ്മൾ അറിയുന്നതിനേക്കാളും ഒരുപാട് ആളുകൾ അഡിക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ യാത്രയ്ക്കിടയിൽ ചില അഡിക്ഷൻ സെൻറ്ററുകളിലൊക്കെ, ഡി അഡിക്ഷൻ സെൻറ്ററുകളിലൊക്കെ പോയി അവിടെ കിടക്കുന്ന കുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അതായത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും ഈ MDMA കഴിച്ചിട്ട് ഡി അഡിക്ഷൻ സെൻറ്ററിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പ്രായം എത്രയാണ്? വെറും 12 വയസ്സ്. ജനുവരിയിലും ഫെബ്രുവരിയിലും 600 കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിൽ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഈ രാസലഹരികൾ ഉപയോഗിക്കുന്നത്. കഞ്ചാവും കൊക്കൈനും ബ്രൗൺ ഷുഗറും അതുപോലെ ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ വളരെ താമസിച്ചു പോയി. കാരണം നിങ്ങൾക്കറിയേണ്ട ഒരു കാര്യം, ഒരു ഇതുപോലുള്ള ഒരു രാസലഹരിക്ക് അടിമയാകുന്ന ഒരാൾ, അയാളുടെ ജീവിതം ചിലപ്പോൾ 7 കൊല്ലത്തിൽ അവസാനിക്കും. പരമാവധി പോയാൽ 12 കൊല്ലം. 7 കൊല്ലം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നത് പോലെ കൈകാലുകൾ ശോഷിച്ച്, മുഖമൊക്കെ ഒട്ടി വലിഞ്ഞ്, തലച്ചോറൊക്കെ തല്ലിപ്പൊളിച്ച്, കണ്ണുകളൊക്കെ ഇങ്ങോട്ട് എഴുന്ന ആകെ വൈകൃതമായ ഒരു രൂപമായ ഒരു മനുഷ്യക്കോലമായി 7 കൊല്ലം തള്ളി നീക്കി അവസാനം മരണത്തിന് കീഴടങ്ങുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പലരും ഇപ്പോഴും അമ്മമാരോടൊപ്പമാണ് കേരളത്തിൽ ഉറങ്ങാറ്. എന്നാൽ ഈ അടുത്തിടെ ഒരു അമ്മ പറഞ്ഞത്, ഈ അമ്മമാരെ നോക്കി പറയാൻ എനിക്ക് നാണക്കേടുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്, എൻ്റെ മകൻ അവൻ്റെ കൈവിരലുകൾ എൻ്റെ ശരീരത്തിൽ തൊടുമ്പോൾ അവൻ മകനെ പോലെയല്ല കാണുന്നത് എന്ന് അമ്മയും. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
പൊതുജനം കഴുതല്ല സർ ഇന്നിവിടെ പൂർത്തിയാകുന്നു.